നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. സ്വന്തം മണ്ണിൽ പോയിട്ട് അമേരിക്കയുടെ അണ്ണാക്കിലടിച്ചു കൊടുത്തിട്ടുണ്ട് ബെൽജിയം. 4-1 അമേരിക്കനെ അടിച്ചങ്ങോട്ട് പുറത്താക്കി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കയറിയത്. ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയാണ്. അതിലുപരി ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം 123 ദിവസമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതുവരെ ഖബറടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം നീണ്ടുനിന്ന 120 ദിവസത്തെ യുദ്ധം, ആ യുദ്ധത്തിനിടയ്ക്ക് പല പ്രാവശ്യവും ആയത്തുള്ള അൽ ഖമേനിയുടെ ശരീരം മറവ് ചെയ്യാൻ നോക്കിയെങ്കിലും അവർക്കത് സാധിച്ചില്ല. ഇപ്പം മുസ്ലിം മതവിശ്വാസ പ്രകാരം മരിച്ചാൽ ഉടൻ തന്നെ അടക്കണമെന്നാണ് നിയമം. പക്ഷെ ഇത് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ നേതാവാണ്. അപ്പം ഇത്രയും ബഹുമതികളോട് കൂടിയേ ഈ ഒരു ഭൗതിക ശരീരം മറവ് ചെയ്യാൻ സാധിക്കും. എന്തായാലും 24 മണിക്കൂർ കൊണ്ട് ഞാനങ്ങ് തീർത്ത് കളയുമെന്നും പറഞ്ഞുകൊണ്ടാണ് ലോക പോലീസ് ചമഞ്ഞ് ഈ അമേരിക്കയും ഇസ്രയേലും അവൻ്റെ സഖ്യകക്ഷി രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ നോക്കിയത്. പക്ഷെ തോറ്റു തുന്നം പാടി എന്ന് വേണം പറയാൻ. ട്രംപിന് തന്നെ നാണക്കേടായിപ്പോയി. ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള അവൻ്റെ കണ്ണാക്കി തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം പ്രതിരോധിച്ച് നിന്നതും തിരിച്ചടി കൊടുത്തതും. ലോകമെമ്പാടുമുള്ള നേതാക്കന്മാർ ആയത്തുള്ള അൽ ഖമേനിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്ന ദിവസം ജൂലൈ 9 അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. അപ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഐക്യം, അല്ലെങ്കിൽ ആ നേതാവിനോട് അവിടുത്തെ ജനങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ചടങ്ങിന് വേണ്ടി വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രംപ് അവൻ ഒരു പ്രസ്താവന നടത്തി, എല്ലാവരെയും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർത്ത് കളയാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്ന്. കാരണം അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപ് അവനത്. ഇവനൊക്കെ ഭീരുക്കളാണെന്നേ. ഇവനൊന്നും ആണുങ്ങളല്ല, ആണും പെണ്ണും കേട്ട ശിഖണ്ഡികളാണ്. ലോകത്ത് വെച്ചിട്ട് ഇത്രയും വലിയ ക്രൂരന്മാരും ഇത്രയും വൃത്തികെട്ടവന്മാരും വേറെയില്ല. കാരണം നല്ല ജനിസിന് ജനിച്ചാലല്ലേ ഒറ്റ തന്തയ്ക്കുണ്ടാകുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ട്രംപ് ആണെങ്കിലും ഈ നെതന്യാഹു ആണെങ്കിലും അമ്മാതിരി സ്വഭാവമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കി ക്രൂരനായിട്ടുള്ള ട്രാക്കുളായിട്ടുള്ള ഈ പിശാചിൻ്റെ സന്തതികൾ, ഇവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അത് നല്ല രീതിയിൽ അനുഭവിച്ചിട്ടേ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാർപ്പിക് ഹുസൈനും മറ്റേ വേട്ടാവളിയൻ മൂങ്ങാക്കണ്ണൻ മറ്റേ കാരാട്ടുണ്ടല്ലോ, ഇവന്മാരൊക്കെ ഇസ്രയേലിൽ പോകുന്നുണ്ട്. ചില വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഈ നാറികൾ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങളെ കമന്റ് അറിയിക്കുക. ഒരു രാജ്യത്തിന്റെ പരമാധികാരി അന്തരിച്ചാൽ സാധാരണയായിട്ട് എത്ര ദിവസത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കാറുണ്ട്? പരമാവധി 2 അല്ലെങ്കിൽ 3 ദിവസമാണ്. ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ അത് മണിക്കൂറുകൾക്കകം പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 28 അന്തരിച്ച ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ഇപ്പോഴാണ്. അതായത് മരണപ്പെട്ട കൃത്യം 125 ദിവസങ്ങൾക്ക് ശേഷം. ഇത്രയും ദീർഘമായ കാലയളവിൽ ഇസ്ലാമിക വിലക്കുകൾ ലംഘിക്കാതെ ഒരു മൃതദേഹം പൂർണ്ണമായും കേടുകൂടാതെ സംരക്ഷിക്കാൻ ഇറാന് എങ്ങനെയാണ് സാധിച്ചത്? സയൻസും മതനിയമങ്ങളും ഇവിടെ എങ്ങനെയാണ് ഒത്തുപോയത്? ഈ 4 മാസക്കാലം ആ ഭൗതിക ശരീരം എവിടെയായിരുന്നു? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആ മെഡിക്കൽ മിസ്റ്ററിയും അതിന് പിന്നിലെ ജിയോ പൊളിറ്റിക്സും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇത്രയും വലിയൊരു കാലതാമസത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊന്ന് നോക്കാം. കഴിഞ്ഞ ഫെബ്രുവരി 28 US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് മേഖലയിൽ കടുത്ത യുദ്ധ സാഹചര്യമാണ് നിലനിന്നിരുന്നത്. തുടർച്ചയായ ബോംബ് ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം ചടങ്ങുകൾ പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് ശേഷമാണ് ചടങ്ങുകൾ നടത്താൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുങ്ങിയത്. ജൂലൈ 3 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന 6 ദിവസത്തെ ഒരു വമ്പൻ സ്റ്റേറ്റ് ഫ്യൂണറലാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇതേ ആഴ്ചയിൽ തന്നെ ഈ ഒരു വിലാപയാത്ര നടത്തുന്നു എന്നതിൽ കൃത്യമായൊരു രാഷ്ട്രീയ പ്രതിരോധവും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. റഷ്യയുടെ വ്ളാദിമിർ ലെനിന്റെയോ വെനസ്വേലയുടെ ഹ്യൂഗോ ഷാവോസിന്റെയോ ഒക്കെ മൃതദേഹങ്ങൾ വർഷങ്ങളോളം സൂക്ഷിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനായിട്ട് അവർ ഉപയോഗിച്ചത് കെമിക്കൽ എംബാമിംഗ് ആണ്. അതായത് ശക്തമായ രാസവസ്തുക്കൾ, കെമിക്കൽസ് ഉപയോഗിച്ച് ശരീരം കേടുപാട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ കെമിക്കൽ എംബാമിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം ശരീരത്തിൽ കെമിക്കൽസ് കയറ്റിയുള്ള എംബാമിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഖമേനിയുടെ ശരീരം 125 ദിവസം എങ്ങനെ സാധാരണ നിലയിലിരുന്നു?
ഇറാന്റെ ഒഫീഷ്യൽ കമ്മിറ്റി പറയുന്നത് മൃതദേഹം പൂർണ്ണമായ മത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംരക്ഷിച്ചത് എന്നാണ്. പ്രമുഖ സുരക്ഷാ മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ ഇവിടെ പൂർണ്ണമായും ആശ്രയിച്ചത് അഡ്വാൻസ്ഡ് റെഫ്രിജറേറ്റഡ് കോൾഡ് സ്റ്റോറേജ് അതിനൂതന ശീതീകരണ സംവിധാനങ്ങളെയാണ്. കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ശരീരത്തിലെ സെൽസ്, അതായത് കോശങ്ങൾ നശിച്ചു പോകാത്ത രീതിയിലുള്ള ഒരു സബ് സീറോ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയും, അതായത് അതിശൈത്യ ഊഷ്മാവിൽ മൃതദേഹം സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി ഈ പ്രക്രിയയിൽ, ഈ ഒരു പ്രോസസ്സിൽ ശരീരത്തിലെ ഈർപ്പം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അതീവ സങ്കീർണമായ ടെക്നോളജി ആവശ്യമാണ്. ഇറാന്റെ ഫോറൻസിക് ലാബുകൾക്ക് ഇത്തരം സംവിധാനങ്ങളിൽ വലിയ പരിചയ സമ്പത്തുണ്ട് താനും. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഗ്ലാസ് പെട്ടിയിലെ ദൃശ്യങ്ങളിൽ ഖമേനിയുടെ ഭൗതിക ശരീരം ഒട്ടും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് ഈ ശാസ്ത്രീയ മികവ് കൊണ്ടാണ്. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ഇസ്ലാം മൃതദേഹം വേഗത്തിൽ അടക്കം ചെയ്യാൻ പറയുമ്പോൾ ഇത് മതപരമായി തെറ്റല്ലേ എന്ന്. ഇവിടെയാണ് ഷിയ നിയമങ്ങളിലെ ചില പ്രത്യേക ഇളവുകൾ പ്രസക്തമാകുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ വേഗത്തിൽ അടക്കം ചെയ്യണമെങ്കിലും അസാധാരണമായ യുദ്ധ സാഹചര്യങ്ങളിലോ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘട്ടങ്ങളിലോ മൃതദേഹം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ ഷിയ നിയമം അനുവദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പരമാധികാരിയായ ഒരു സുപ്രീം ലീഡറിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു പ്രത്യേക മതപരമായ അനുമതി വാങ്ങുക എന്നത് ഇറാന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ശവസംസ്കാരം ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഓപ്പറേഷൻ കൂടിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന തെഹ്റാനിൽ 5000 പള്ളികളും 700 സ്കൂളുകളുമാണ് തീർത്ഥാടകർക്കായിട്ട് തുറന്നു നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും സൗജന്യ ഇന്റർനെറ്റും വരെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. റഷ്യയുടെ ഡെപ്യൂട്ടി സെക്യൂരിറ്റി ഹെഡ് ദിമിത്രി മെദ്വദേവ് ഉൾപ്പെടെ ഇന്ത്യ, ചൈന തുടങ്ങിയ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നയതന്ത്ര പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. തെഹ്റാനിൽ തുടങ്ങി ഇറാഖിലെ പുണ്യ നഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിലൂടെ കടന്ന് ഒടുവിൽ ജൂലൈ 9 ഖമേനിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിലെ ഇമാം റെസ ഷ്രൈനിൽ വെച്ചായിരിക്കും ഭൗതിക ശരീരം അടക്കം ചെയ്യുക. എന്നാൽ ഈ വൻ ആഘോഷങ്ങൾക്കിടയിലും മറ്റൊരു നിഗൂഢത ബാക്കിയുണ്ട്. ഖമേനിയുടെ പുതിയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ മുസ്തഫ ഖമേനി ഇതുവരെ ഈ ചടങ്ങുകളിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിനും ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം നേരിട്ടെത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുമോ അതോ അണിയറയിൽ തന്നെ തുടരുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പ്രകൃതിയും ശാസ്ത്രവും മതനിയമവും ഒത്തുചേർന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിടപറയലാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ നിന്ന് 125 ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ നേതാവിന് അവർ നൽകുന്ന ഈ ഒരു യാത്രയയപ്പ് മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ട് തിരിച്ചുവിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുല്ലാ അൽ ഖമേനിയുടെ ഭൗതിക ശരീരം ഇസ്ലാമിക രീതിയിൽ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചത്. സത്യത്തിൽ ഈ ഭീരുക്കൾ പലവട്ടം മരിക്കും, പക്ഷെ ധീരന് മരണം ഒന്നേ ഉള്ളെന്നാണ് പറഞ്ഞത്. ആൺകുട്ടികളാണ് ഇവർ. അവരത് തെളിയിച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഏറെ കൗതുകമായിട്ട് തോന്നിയ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്തരം വാർത്തകൾ വരുമ്പോൾ, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ ചില സംഖ്യമര പൊട്ടന്മാർ കിടന്നുകൊണ്ട് കരഞ്ഞങ്ങ് മെഴുകുക. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം ഇറാനുമായിട്ട് എത്രയോ വർഷമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്നവരാ. 2014 ശേഷം ഇങ്ങോട്ടാണല്ലോ ഈ പറഞ്ഞ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ജൂത രാഷ്ട്രത്തോട് വല്ലാത്തൊരു പ്രണയവും ഒരു ഇഷ്ടമൊക്കെ ഈ സംഖ്യകൾക്ക് തോന്നുന്നത്. അത് ഇറാന്റെ ജനത അവർ ആ ഭരണകൂടത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ കുരുവട്ടി വലിക്കുന്ന സംഖ്യകളോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ഇറാന്റെ ഭരണാധികാരികളോട്ടൊക്കെ നല്ല കമ്പനിയാണെന്നേ അവർ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ സംഖ്യകൾ എന്ത് പറയും? അവരുടെയൊക്കെ നെഞ്ചു പടയത്തില്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ആ രാജ്യത്ത് വന്ന് ഈ വൃത്തികെട്ടവന്മാർ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലാതാക്കുമ്പോൾ ഇത് ശക്തമായി പ്രതിഷേധിക്കണം. നാളെ നമ്മുടെ രാജ്യത്തേക്കാണ് ഈ ചെറ്റകൾ വരുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാവും. അത് നമ്മുടെ രാജ്യത്ത് തന്നെ സംസാരിച്ച് നമ്മൾ തീർക്കും. മറ്റൊരുത്തൻ വന്നിട്ട് ഇതിനകത്ത് കയറി കോലിട്ടിളക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. രാജ്യത്തും കയറി തെമ്മാടിത്തരവും തോന്നിയാസവും കാണിക്കാൻ ഒരുത്തനും അവകാശമില്ല. അവരുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് അവരായിട്ട് തന്നെ തീർക്കും. അതിനകത്ത് മറ്റൊരാൾ കടന്നു കയറേണ്ട കാര്യമില്ല. ഇതെല്ലാ രാജ്യങ്ങളിലും ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരാരികളും തെമ്മാടിത്തരങ്ങളും ഇത് തന്നെയാണ്. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തീവ്രവാദിയാണ്, നമ്മൾ സുഡാപ്പിയാണെന്നൊക്കെ വന്ന് പറയുന്നവർ നമ്മുടെ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ ഒരു പൊതു ചടങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ എന്ത് പറയും? അവരെ സംഖ്യകൾ എന്ത് പറയും? ഇപ്പോൾ ഇറാന്റെ ആഭ്യന്തര നേതാക്കന്മാരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ഇവരെ നിങ്ങൾ എന്ത് പറയും? തീവ്രവാദികളെന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ വർഗീയവാദികളെന്ന് നിങ്ങൾ പറയുമോ? ഇഷ്ടപ്പെട്ടവരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.